അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മക്കളെ തിരുത്തിയാൽ മതി. മാറിക്കട. പോട്ടെ മാധവേട്ട, കുടുംബത്തിന്റെ കരുത്താകേണ്ടവൻ കഴുത്ത് ഞെരിക്കുന്നു. മകനായി പോയില്ലേ, കൊല്ലാൻ പറ്റുമോ? മനോജെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അവൻ്റെ സ്വഭാവം നിനക്കറിയാവല്ലോ. മക്കളൊക്കെ ഇന്ന് മാറും നാളെ മാറുമെന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. ഒരു പ്രത്യേക ക്യാരക്ടറാ, അറിയാലോ. നീ അത് മറന്നേക്ക്. എന്ത് മറക്കാൻ? ഒന്നും ഞാൻ മറക്കില്ല. ഞാൻ പറഞ്ഞത് നീയും മറക്കാൻ പാടില്ല. മാറങ്ങോട്ട്. മോളെ, മോളുടെ കൈങ്ങാനും അബദ്ധത്തിനായി ചെടിച്ചെടിയിൽ തട്ടിയോ? പറയേ, അങ്ങനെയാണോ ചെടിച്ചെടി താഴെ വീണത്? വന്ദനമ്മേ, എന്റെ കൈ ഒന്നും ചെടിച്ചട്ടിയിൽ തട്ടിയിട്ടില്ല. ദിയമോള് ചെടിച്ചട്ടി വീഴുന്നത് കണ്ടതുപോലുമില്ല. മോളെ, നീയാണത് ചെയ്തതെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. മോൾ കരയണ്ട. തെറ്റ് ചെയ്തതിന്റെ കള്ളക്കരച്ചിലല്ലേ ഇത്? മോളുടെ കൈ തട്ടി അബദ്ധത്തിൽ വീണു പോയതാണെങ്കിൽ മോള് പറഞ്ഞോ, അമ്മ ഒന്നും ചെയ്യില്ല. വന്ദനമ്മേ, ദിയമോൾ ഒന്നും ചെയ്തില്ല. വന്ദനമ്മേ, വന്ദനെ, അത് ചെയ്ത് ഒരിക്കലും നിയമോളായിരിക്കില്ല. ഇത് അച്ഛനെ അപകടപ്പെടുത്താൻ ബോധപൂർവ്വം ആരോ ചെയ്തതാ. ജഗൻ, അതെ. ആ കുറ്റം പാവയെ കുഞ്ഞിന്റെ മേൽ വെച്ച് കെട്ടാൻ നോക്കുക. ഇതാരോ വ്യക്തമായ തിരക്കഥയോടെ ചെയ്തതാ. അപ്പച്ചിയുടെ പ്ലാൻ തന്നെ ആവാനാണ് സാധ്യത. ജഗൻ, എനിക്ക് പേടിയാവുന്നു. എന്റെ മോളുടെ മേലെ കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നവര് നാളെ എന്റെ മോളെ കൊല്ലില്ല എന്ന് ആര് കണ്ടു? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യ, എന്നെ എന്ത് ചെയ്താലും സഹിക്കും. എന്റെ മോളെ ഉപദ്രവിച്ച ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല. കൊല്ലും ഞാൻ. വന്ദനെ, പോട്ടെ, കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ, നമുക്ക് നോക്കാം. പറ്റില്ല. ഇനിയും സഹിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ക്ഷമിക്കു വന്ദനെ. തീരെ സഹിക്കട്ട പിന്നെ എന്താ ചെയ്യേണ്ടെന്നുള്ളത് എനിക്കറിയാം. ജഗ,
എന്താടി ഒളിഞ്ഞു നിന്ന് നോക്കുന്നേ? ശബ്ദം ഉണ്ടാക്കി നീ വന്നു എന്ന് കാണിക്കുന്നതല്ലേ അതിന്റെ മര്യാദ. അത് തന്നെയാണ് അതിന്റെ മര്യാദ. പക്ഷേ ശബ്ദമുണ്ടാക്കാതെ കുശുകുശുക്കുന്നവരുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കി ഞാൻ വരുന്ന കാര്യം അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, നവദമ്പതികൾ ഇരിക്കുന്ന മുറിയിലേക്കൊന്നും അല്ലല്ലോ ഞാൻ കയറി വന്നത്. നീ എവിടെ ആയിരുന്നു? അമ്മായിയച്ഛന്റെ ഓഫീസൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോയതാ. എന്നാ ഇനി മുതൽ അവന്റെ ഓഫീസ് അടിച്ചു വരുന്ന ജോലി നീ ചെയ്യണ്ട. ഓഫീസൊക്കെ വൃത്തിയാക്കാൻ വേറെ ആളുണ്ട്. അതെന്താ അപ്പച്ചി, ഓഫീസ് അടിച്ചു വാരിൽ നിന്ന് മാത്രം എന്നെ ഒഴിവാക്കിയത്? ഇവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിലായില്ല? ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പതിയെ മനസ്സിലായിക്കോളും. നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നെ? ഞാൻ എന്താ ഓഫീസ് വൃത്തിയാക്കരുതെന്ന് പറഞ്ഞത്? ആദ്യം അതിന്റെ കാര്യം പറയും. നീ ആവശ്യമുള്ള ഫയലൊക്കെ എടുത്ത് കത്തിക്കും, അന്ന് ചെയ്ത പോലെ. അതിന് ഓഫീസിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. വെക്കണമല്ലോ. കുറുപ്പിന്റെ പറമ്പിലെ പുറംപണിക്ക് യോഗ്യതയില്ലാത്തവളൊക്കെ അല്ലേ മരുമകളായിട്ട് കേറി വന്നിരിക്കുന്നത്. ഹട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് എങ്ങോട്ടൊക്കെ ഇഴഞ്ഞു പോകുമെന്നറിയാനാ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നാ വന്ദന എന്ന ഈ അട്ട നേരെഴഞ്ഞു കയറിയത് ക്യാമറയിലേക്കാ. ക്യാമറയിൽ ഞാനൊരു കാഴ്ച കണ്ടു. കാഴ്ച കണ്ടെന്നോ? എന്ത് കാഴ്ച? ടെറസിൽ നിന്ന് ചെടിച്ചട്ടി താഴേക്കിട്ടത് ആരായിരുന്നു എന്ന് അതിലുണ്ടായിരുന്നു. ക്യാമറയിൽ അത് വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പച്ചി, ഇവിടെ മരുമക്കള് 2 പേരാ, വിദ്യയും വന്ദനയും. അതിൽ വലിഞ്ഞു കയറി വന്ന അട്ടായി എന്ന് അപ്പച്ചി വിശേഷിപ്പിച്ച മരുമകൾ ഞാനാണല്ലോ. ഞാൻ അട്ടയായിക്കോട്ടെ, പക്ഷേ ഉഗ്രവിഷമുള്ളൊരു പെണ്ണണലി ഇവിടെ ഇഴയുന്നുണ്ട്. ആ അണലിയ അവസരം കിട്ടിയപ്പോ അപ്പച്ചിയുടെ ആങ്ങളെ ചെടിച്ചട്ടി തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത്. ആ സത്യം ഞാൻ അച്ഛനോട് പറയാൻ പോവാ. എന്തിനാണ് ഒരാളെ കൊല്ലാൻ നോക്കിയിട്ട് എന്റെ പാവം ദിയമോളുടെ മേൽ കുറ്റം ചുമത്തിയതെന്ന് എനിക്കറിയണം. അത് നീ പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കും. തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുന്നു. വന്ദനെ, വന്ദന എന്നോട് ക്ഷമിക്കണം. ഞാനിത് ചെയ്തത് ആനന്ദവല്ലി അപ്പച്ചി പറഞ്ഞിട്ടാ. അഭിമാനം, അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഞാനും എന്റെ മോളും ഇവിടെ നിന്ന് പോകുന്നില്ല. ഇനി മേലിൽ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയ അപ്പച്ചിയാണ് ഏട്ടത്തിയാണെന്നൊന്നും നോക്കില്ല ഞാൻ. അവളെങ്ങാനും അച്ഛനോട് പറഞ്ഞ അതോടെ തീർന്നു എന്റെ ഇവിടുത്തെ പൊറുതി. ഏതായാലും അവളുടെ മുമ്പിൽ നാണം കിട്ടും. പിന്നെ ഇതൊക്കെ കണ്ടെന്ന് കരുതി ആനന്ദവല്ലി എന്തായാലും സന്യസിക്കാനൊന്നും പോകുന്നില്ല. അവളെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിക്കാതെ ആനന്ദവല്ലി കളം പിടില്ല.
അല്ല, നാത്തോൻ വരുമ്പോഴാണല്ലോ വീട്ടിലേക്ക് എല്ലാവർക്കും പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോന്നെ. വസന്തി ഒന്നും വന്നിട്ടില്ല. ഇത് മാധവേട്ടനാ. അച്ഛനോ? അച്ഛനെന്താ പൊതിച്ചോറ് തിന്നണമെന്ന് ആഗ്രഹം പറഞ്ഞോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉച്ചയ്ക്കേ പൊതിഞ്ഞു വെച്ചിരിക്കുവായിരുന്നല്ലോ. പൊതിച്ചോറ് കെട്ടി കുറച്ചു സമയം വെച്ചിരുന്നാലേ അതിന് രുചി കാണും. മോളെ, ഇതൊന്നുമല്ല. മാധവേട്ടന് ഒരു ചെറിയ ജോലി കിട്ടി. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില് സെക്യൂരിറ്റി പണിയാ. ഈ ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടിയാ. രാത്രി കഴിക്കാനുള്ള ആഹാരം പൊതിഞ്ഞത്. അച്ഛന് ജോലി കിട്ടിയത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ രാത്രി ഉറക്കം കളഞ്ഞുള്ള സെക്യൂരിറ്റി പണി വേണമായിരുന്നോ? കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ള കാലോ. രാത്രി ഒറ്റയ്ക്ക്. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ. രാത്രിയിൽ മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് മാധവേട്ടൻ അവിടെ സെക്യൂരിറ്റി പണി എടുക്കുമ്പോ എനിക്ക് ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടും. മാധവേട്ടൻ ജോലിക്ക് പോണ്ട, ഞാൻ വല്ല തൊഴിലുറപ്പിനോ സൂപ്പർ മാർക്കറ്റിലോ പോകാന്ന് പറഞ്ഞ സമ്മതിക്കേയില്ല. വല്ലാത്തൊരു സങ്കടത്തില മോളെ ഞാൻ. ജീവിക്കാൻ വേറെ ഒരു വഴിയില്ലെങ്കിൽ ജോലിക്ക് പോയല്ലേ പറ്റൂ. ജീവിക്കാൻ എങ്ങനെ വഴിയില്ല? അതായി അല്ലാതെ നാടകം കളിക്കാൻ വേണ്ടിയൊന്നല്ല. അപ്പൊ നിന്റെ തള്ള കണ്ടടം കേറി ഇറങ്ങി എച്ചിൽ പാത്രം കഴുകുന്നതേ നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും, ഇല്ലടേ? അല്ല, എന്റെ കെട്ടിയോന്റെ കുഴപ്പം കൊണ്ടാ. വേണ്ട. തർക്കവും തമ്മിത്തല്ലൊക്കെ അങ്ങ് മുറിക്കകത്ത്. ഇവിടെ മനുഷ്യന് സമാധാനം വേണം. അത് കാശ് ചെലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതെങ്കിലും കിട്ടണം. ചന്ദ്രു, ചോറ് റെഡിയായോ? റെഡിയായി. കളക്ടർ ഉദ്യോഗല്ലേ, സമയം തെറ്റാൻ പാടില്ലല്ലോ. ചന്ദ്രു, ജീവിതത്തിൽ തെറ്റിപ്പോയതൊന്നും പിന്നീട് തിരുത്താൻ പറ്റില്ല. അത് മണ്ണിന്റെ കാര്യത്തിലായാലും അതെ, മക്കളുടെ കാര്യത്തിലായാലും അതെ. സുചിത്രേ, വാ. എന്ത് പിന്നാക്ക് കാണാൻ നിക്ക, വാ. ആ, ഇങ്ങോട്ട്. അതേട്ടാ, രാത്രിയിലെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണേ. ഗുളികയും കഴിക്കണം. ഓ, വെള്ളം. നാളെ ഒരു ചോറ്റുപാത്രം വാങ്ങണം. ഇന്നിപ്പോ വാഴയിലല്ല പൊതിഞ്ഞേക്കുന്നത്. ആഹാ, നന്നായി. ഈ വാട്ടിയ തൂശനിലയില് ചൂടുള്ള ചോറും ചമ്മന്തിയും ഒരു കടുമാങ്ങ അച്ചാറും ഈ മുട്ട പൊരിച്ചതും കൂടി വെച്ച് കെട്ടി പൊതിഞ്ഞു തരുന്ന പൊതിച്ചോറിന്റെ ആ രുചി മറ്റൊന്നിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ, ഓർക്കുമ്പോ തന്നെ മൂക്കിൽ അതിന്റെ ആ മണം ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. എന്നും പൊതിച്ചോറ് തന്നുവിടാനേ ഇവിടെ വാഴയൊന്നുമില്ല. ഓ, അപ്പൊ ആ പ്രതീക്ഷയും പോയി. അല്ല, ഞാൻ കമ്പനി പോകുമ്പോ കൊണ്ടുവരുന്ന ചോറ്റുപാത്രം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അതിൽ തന്നുവിട്ടാലും മതിയല്ലോ. അതിന്റെ കാര്യമൊന്നും പറയണ്ട. അച്ഛൻ പെൻഷനായില്ലേ, ഇനി ചോറ്റുപാത്രം എന്തിനാ? മോൾക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രം ഇല്ലെന്നും പറഞ്ഞ് വസന്തി എടുത്തോണ്ട് പോയി.
പോയിട്ട് വരട്ടെ ചന്ദ്രു. സൂക്ഷിക്കണം. സെക്യൂരിറ്റി പണിയാണെന്നും വിചാരിച്ച് പുറത്തെങ്ങും ഇരിക്കണ്ട. ആരോടും തർക്കത്തിനും വഴക്കിനും ഒന്നും പോണ്ട. ഓ ഏറ്റു പോരെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഫോൺ എടുക്കണം. ആ പോയിട്ട് വാ മാധവേട്ട. വർഷം ഉണ്ടാക്കിയ ചിക്കൻ കറി എത്ര കഴിച്ചാലും മതി വരില്ല. ഹോ, എന്താ ഒരു ടേസ്റ്റ്. വിക്രം മഹാഭാഗ്യവാന. ഭാര്യ നല്ല സ്മാർട്ട്, സുന്ദരി. ഇവളുണ്ടാക്കുന്ന കറിക്ക് അതിനേക്കാൾ സൗന്ദര്യം. ആ, നിന്നോട് എനിക്കിപ്പോൾ അസൂയ തോന്നുന്നു. നീ ഒരു ഭാഗ്യവാനാ മച്ചു. ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കാതെ വർഷയെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമോനെ. അപ്പോ എന്നും നല്ല രുചിയുള്ള കറികളൊക്കെ കൂട്ടാലോ. ഈ മുത്തശ്ശിയുടെ ഒരു തമാശ. ഒരു കാര്യം ഉറപ്പാ മുത്തശ്ശി, മുത്തശ്ശിയുടെ ഈ കൊച്ചുമോളെ എനിക്കങ്ങ് ബോധിച്ചു.